നമസ്കാരം. ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗത്തും ഞങ്ങളുടെ ചാണ്ടി സാറിന്റെ കല്ലൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെയെങ്കിലും അത് ഇല്ലാന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിൽ എന്ത് പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നോ ഞങ്ങളുടെ ചാണ്ടി സാറിന്റെ കല്ലാണ്. പക്ഷെ 50 വർഷം ആ നാട്ടിലെ MLA ആയിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. പോരാത്തതിന് കോട്ടയം ജില്ല, അത് ഞങ്ങളുടെ തിരുവഞ്ചൂർ ജിയുടെ കുത്തക മണ്ഡലമാണ്. മരിക്കുന്നത് വരെ ആ കസേരയിൽ നിന്ന് മാറാനും ഉദ്ദേശിക്കുന്നില്ല. കസേരയിൽ ഇരുന്ന് തന്നെ MLA ആയിട്ട് അന്ത്യശ്വാസം വലിക്കുന്ന വ്യക്തിക്കും ഈ കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാ കുറ്റവും വീണ ജോർജിനാണ്. കാര്യം എന്ത് കാര്യത്തിലും നെഗറ്റീവ് വന്നാലും അതൊന്നും ഞങ്ങളെയല്ല, അതിൽ ഞങ്ങളെ ചാണ്ടി സാറിന്റെ കല്ലില്ല, അതിൽ ഞങ്ങളെ തിരുവഞ്ചൂർ ജി ഇല്ല, അതിൽ ഞങ്ങളെ സതീശൻ ജി ഇല്ല. തെറ്റ് മുഴുവൻ ഈ സർക്കാരിനുമായി ബന്ധപ്പെട്ടവർ. എന്ത് പ്രോജക്റ്റ് യാഥാർത്ഥ്യമായാലും അത് ചാണ്ടി സാറിന്റെ കല്ലാണ്, ചാണ്ടി സാറിന്റെ കല്ലാണെന്ന് സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു. എന്ത് കാര്യം വന്നാലും 10 വർഷത്തെ പുറകത്തെ കാര്യം പറയുന്നു. 10 വർഷത്തെ പുറകത്തെ കാര്യം ഇന്നിപ്പോ യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു ഉളുപ്പും ഇല്ലാതെ ഞങ്ങളുടെ ചാണ്ടി സാർ ഇട്ട കല്ലെന്ന് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല. അപ്പോ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പറയാൻ വന്ന കാര്യം, ആ വിഷയത്തിൽ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിനൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ജില്ലയാണ് കേട്ടോ. കോട്ടയം മണ്ഡലത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മണ്ഡലത്തിന് ഇപ്പോൾ MLA ഇല്ല, MLA പേര് പറയേണ്ട കാര്യമില്ല. കോട്ടയം മണ്ഡലത്തിന് MBA ഇല്ല, അതാരാണെന്ന് പോലും നമ്മൾ പേര് പറയരുത്. കോട്ടയം മണ്ഡലത്തിൽ തന്നെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ തന്നെ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. ആ മുനിസിപ്പാലിറ്റിയിൽ ആരും ഇപ്പൊ ഭരണസമിതിയെ ഇല്ല. സകലതും വീണ ജോർജാണ്. കാര്യം ഒരു മണ്ഡലത്തിൽ, ഒരു ജില്ലയിൽ പ്രാഥമികമായിട്ട് ഈ കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം വരുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്, MLAക്കാണ്, MP-ക്കാണ്. ഇവർ വഴിയാണ് സർക്കാർ അത് കോർഡിനേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ആ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷം അവിടെ ഇതുവരെ ഒരു MP വന്നിട്ടില്ല. MLA എപ്പോഴോ വന്ന് മാധ്യമങ്ങളിലൂടെ വീണ ജോർജിനെതിരെ 2 ഡയലോഗ് അടിച്ചിട്ട് പോകുന്നു. അതിനുശേഷം അവിടുത്തെ ചെയർപേഴ്സൺ, കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ, അവരും വന്ന് വീണ ജോർജിനെതിരെ ഡയലോഗ് അടിക്കുന്നു. ആശുപത്രിയുടെ പ്രശ്നമുണ്ട്. പിന്നെ ഇവർക്കൊക്കെ എന്താണ് പണി അവിടെ? ഈ ഫാൻസി ഐറ്റംസിനെ എന്തിനാണ് ജനപ്രതിനിധികളായിട്ട് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ ഫാൻസി ഐറ്റംസിനൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. സകലതും സർക്കാരിനും മന്ത്രി വീണ ജോർജിനും മാത്രമാണെങ്കിൽ ഇവർക്കെല്ലാം രാജിവെച്ചിട്ട് ആ നികുതി പണം നാടിന് ഗുണമുള്ള കാര്യമാക്കി മാറ്റിക്കൂടെ? ഞങ്ങൾ അവിടുത്തെ MLA ആണ്, മണ്ഡലത്തെ കാര്യം മുഴുവൻ ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ മണ്ഡലത്തിൽ എല്ലാത്തിലും സകലമാന വികസനമാണ്. ആശുപത്രിയുടെ കെട്ടിടം ഇടിഞ്ഞു വീണ് അതിന് പിന്നെ ഞാൻ ഉത്തരവാദിയല്ല, എനിക്ക് അറിഞ്ഞേ കൂടാ, ഞാൻ ഈ പ്രദേശത്തുള്ള ആളെ അല്ല. അതാണിപ്പോ തിരുവഞ്ചൂരിന്റെ ഡയലോഗ്, അതാണിപ്പോ ഫ്രാൻസിസ് ജോർജിന്റെ ഡയലോഗ്. കോൺഗ്രസ്സുകാർ പ്രതിപക്ഷത്ത് നിന്ന് നിരനിരയായിട്ട് ഡയലോഗ് അടിക്കുമ്പോൾ അവരവരുടെ മണ്ഡലങ്ങളിൽ അവരവർ വരുത്തുന്ന ഗുരുതരമായ വീഴ്ച എന്തെന്നും ഇവർക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ അനാസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പിന്നെ വീണ ജോർജ് അവിടെ വന്ന് ഒരു പ്രതികരണത്തിന്റെ പേരിൽ അവരുടെ തലയിലേക്ക് സകലതും ആരോഗ്യമന്ത്രിയുടെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് പിന്നെ ജനപ്രതിനിധികളുടെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് കോൺഗ്രസ്സുകാർക്ക് നികുതി പണം കൊടുത്ത് ഇവരെ MLA എന്നുള്ള നിലയ്ക്ക് ശമ്പളം കൊടുത്ത് അവിടെ പോറ്റേണ്ട കാര്യം? ഇവരെല്ലാം പിരിച്ചുവിട്ടിട്ട് സകലതും നേരിട്ട് ആരോഗ്യമന്ത്രി നോക്കിയാൽ പോരെ? അപ്പോ ഇവരവിടെ ഉണ്ടെങ്കിലും ഒരു കാര്യവും ഗുണവും ഇല്ലെന്ന് മനസ്സിലാകുന്നില്ലേ? ഇതിന്റെ എല്ലാ സകല ഉത്തരവാദിത്വവും ആരോഗ്യമന്ത്രിയുടെ തോളിലേക്ക് പോകുമ്പോൾ അവിടെ മുമ്പ് 50 വർഷം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം, പലതവണ പല മന്ത്രിയായിട്ട് പ്രവർത്തിച്ച അവരുടെ ഏറ്റവും വിശുദ്ധനായിട്ടുള്ള ചാണ്ടി സാർ, ആ ചാണ്ടി സാർ ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് പലതവണ പല കാര്യങ്ങൾ കിട്ടിയിട്ട് ഒരു ബഹുനില മന്ദിരം പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ 65 വർഷം പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു കെട്ടിടം കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കുക ചെയ്തത് ഈ സർക്കാരാണ്. ഒറ്റ സുപ്രഭാതം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ പരിശ്രമിച്ചു. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു. ഈ അത്യാഹിതം ഉണ്ടായപ്പോൾ ഓടി വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു പ്രതികരണത്തിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ കാര്യത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. അതിനെ വളച്ചൊടിച്ച് വിവാദത്തിലാക്കി. എന്നിട്ട് നാട് നീളെ കല്ലിടാൻ നടക്കുന്ന ചാണ്ടി സാർ ഇവിടെ എങ്ങുമേ ഇല്ല, ആത്മാവ് പോലും ഈ പരിസരത്തില്ല. എന്തിനേറെ ജീവിച്ചിരിക്കുന്നു എന്നാൽ ആത്മാവായി കണക്കാക്കാൻ പറ്റുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ഒരു ബന്ധവും ഇല്ല. മെഡിക്കൽ കോളേജ് അങ്ങനെ ഒരു സാധനം ഈ നാട്ടിലുണ്ടോ? അത് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ളവർ, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള അവരുടെ MP-മാരുണ്ടെങ്കിലും ഇവരൊന്നും ഒരു പുണ്ണാക്കും ചെയ്യുന്നില്ല. ഇവരെ കൊണ്ടൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് അവിടെ ഉണ്ടായ സംഭവവികാസം. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടി വന്ന് MLA ആയിട്ടുള്ള വ്യക്തി ഇടപെട്ട് കാര്യങ്ങൾ സംയോജിപ്പിച്ചില്ല എന്നൊരു ചോദ്യമൊന്നും ആരും ചോദിക്കരുത്. അദ്ദേഹത്തിനൊക്കെ ഈ നാട്ടിൽ കിട്ടുന്ന പ്രത്യേക മാധ്യമ പ്രിവിലേജ് എന്താണെന്ന് നാട്ടുകാർ കണ്ടിരിക്കണം. പ്രവർത്തനം കൊണ്ട് അടിമുടി ഫ്ലോപ്പ് ആയിട്ടുള്ള കുറേയേറെ നേതാക്കന്മാർ, അവരുടെ വീഴ്ചയും ഈ നാട്ടിൽ സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് വിദഗ്ധമായി എസ്കേപ്പ് അടിക്കുന്ന കോൺഗ്രസിന്റെ മറ്റൊരു മുഖം കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടതെന്ന് പറയേണ്ടി വരികയാണ്.